മണ്ണാർക്കാട്ട് ജനത ഞങ്ങളിൽ അർപ്പിച്ചത് വലിയ വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് കാലം മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം, പല വിധത്തിലുള്ള പ്രചരണങ്ങൾ UDF-നും UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്കും നിലവിലുണ്ടായിരുന്ന MLA എന്നുള്ള നിലക്കൊക്കെ ആയിട്ട് പല വിധത്തിലുള്ള അട്ടഹാസങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒരു വിജയമാണ് മണ്ണാർക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കും UDF-നും മണ്ണാർക്കാട് ജനത നൽകിയത്. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട്ടെ ജനത ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന മണ്ണാർക്കാട്ടെ റെക്കോർഡ് എന്ന് പറയുന്നതും എനിക്ക് തന്നെ മണ്ണാർക്കാട്ടെ ജനങ്ങൾ നൽകിയ 2016 ഭൂരിപക്ഷം. അത് ആ ഭൂരിപക്ഷം 12,325 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അതിനു മുമ്പുള്ള മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ 4,000, 3,000, 5,000, 6,000 വോട്ടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയിക്കുന്നത്. അതും മാറി മാറിയാണ് ജയിച്ചിരുന്നത്. അതിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഭൂരിപക്ഷം 12,325 2016 ഭൂരിപക്ഷമാണ് റെക്കോർഡ് ഭൂരിപക്ഷം. ആ സ്വന്തം റെക്കോർഡിനെ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷവുമായി മറികടക്കാൻ മണ്ണാർക്കാട്ടെ ജനത അനുഗ്രഹിച്ചതിൽ ഞാൻ എങ്ങനെയാണ് അതിന് നന്ദി പറയേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. വാക്കുകൾ കൊണ്ടത് വിവരിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങളുണ്ടായി. ആ ആക്രമണങ്ങളെയാണ് ജനങ്ങളാണ് പ്രതിരോധിച്ചത്. അപ്പോൾ അവർക്കൊക്കെയുള്ള മറുപടി, എല്ലാവർക്കുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. ഏറെ വിനയത്തോടുകൂടി, അതിലേറെ സന്തോഷത്തോടുകൂടി മണ്ണാർക്കാട്ടെ ജനത നൽകിയ ഈ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിട്ടുള്ള ഈ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ അതിനേക്കാൾ കൂടുതൽ ജനകീയമായി, വിനയത്തോടെ, സേവന സന്നദ്ധരായി മണ്ണാർക്കാടിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കും. വളരെ തിളങ്ങുന്ന ഒരു വിജയം എന്ന് പറഞ്ഞാലേ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് ഞങ്ങൾക്ക് സമ്മാനിച്ച മണ്ണാർക്കാട്ടെ ജനാധിപത്യ വിശ്വാസികളോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉതിർന്നു വരുന്ന സ്നേഹവും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളിലൂടെ പ്രകടിപ്പിക്കാം. ഒപ്പം തന്നെ UDF-ഉം കേരളത്തിൽ അധികാരത്തിലുണ്ടല്ലേ? UDF-നും ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്ന പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങളൊരു വലിയ രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇടതു ഭരണത്തിനെതിരായ ജനവികാരമാണ്, പിണറായി ഭരണത്തിനെതിരായ ജനവികാരമാണ്. അതൊക്കെ കണ്ടല്ലോ. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളം UDF ഉണ്ടാക്കിയ ഒരു തേരോട്ടം അത് വളരെ ക്ലിയറാണ്. UDF ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനുള്ള ജനപിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. തിരൂരിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു പറഞ്ഞാൽ ഓക്കെ